ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് ലോറി മറിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് വീണു. കല്ലടിക്കോടുണ്ടായ അപകടത്തിൽ 3 പേർക്ക് ഗുരുതര പരിക്ക്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ലോറി സിമന്റ് പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് ലോഡുമായി പോയ ലോറിയാണ് കല്ലടിക്കോട് മറിഞ്ഞിട്ടുള്ളത്. അതിലൂടെ സ്കൂൾ വിട്ട് നടന്നു പോകുന്ന കുട്ടികളുടെ മേത്തേക്ക് ലോറി മറിയുകയായിരുന്നു. ലോറി ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ഉയർത്തുകയാണ്. 3 കുട്ടികൾക്കാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ പാലക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. കൂടുതൽ കുട്ടികൾ അപകടത്തിൽപ്പെട്ടതായും സൂചനയുണ്ട്. എന്തായാലും വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഈ വലിയൊരു അപകടം നടന്നിട്ടുള്ളത്. പ്രസാദ്, ഈ കുട്ടികൾ എവിടെ പഠിക്കുന്ന കുട്ടികളായിരുന്നു? അവർ ഏത് സാഹചര്യത്തിൽ കൂടി പോകുമ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത്? അങ്ങനെ സംബന്ധിച്ച പശ്ചാത്തലം എന്തെങ്കിലും ലഭ്യമാണോ? ഇവരെല്ലാം തന്നെ കല്ലടിക്കോട് ഉള്ള സ്കൂളിൽ പഠിക്കുന്നതാണ്. സ്കൂളിന്റെ പേരുവിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ. കല്ലടിക്കോട് 2 സ്കൂളുകളുണ്ട്. അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്ന കുട്ടികളാണ് എന്നെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴാണ്, റോഡരികിൽ നടന്നു പോകുമ്പോഴാണ് ഈ ലോറി മറിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞിട്ടുള്ളത്. അതീവ ഗുരുതരമാണ് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ കൂടുതൽ പേർക്ക് പരിക്കുള്ളതായും സൂചനയുണ്ട്. നമ്മൾ ഈ സ്ഥലത്തേക്ക് പോവുകയാണ്. ശരി പ്രസാദ്, എന്താണെങ്കിലും ആ ദൃശ്യങ്ങൾ അപകട സ്ഥലത്ത് നിന്നുള്ളതാണ്. അവിടെ നിന്ന് അല്പസമയങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് കല്ലടിക്കോട് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികളുടെ ദേഹത്തേക്കാണ് ഈ ലോറി മറിഞ്ഞു വീണത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കൂടുതൽ പേർക്ക് ഇക്കാര്യത്തിൽ ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിവായി വരുന്നതേ ഉള്ളൂ. കുട്ടികൾ ആരെല്ലാമാണ്, എത്ര വയസ്സുള്ളവരാണ്, അവർ എവിടെ പഠിക്കുന്നവരാണ് തുടങ്ങിയ എല്ലാ പശ്ചാത്തലങ്ങളും അറിയേണ്ടതുമുണ്ട്. പ്രസാദ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ അപകട വ്യാപ്തി വെളിവാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്.